നമസ്കാരം കൂട്ടുകാരെ. അപ്പം ഇന്നു മുതൽ കർക്കിടക മാസം തുടങ്ങുകയാണല്ലോ അല്ലേ? അപ്പം ഞാൻ വിചാരിച്ചു ഇമ്മാസം നമുക്ക് രാമായണ കഥകൾ കേട്ടുപോയാലോ. ഗംഗാ നദിയുടെ വടക്ക് വശത്തുള്ള അതിസമ്പന്നമായ ഒരു രാജ്യത്തിൻ്റെ രാജാവായിരുന്നു ദശരഥൻ. അതായത് കോസല ദേശത്തിൻ്റെ രാജാവായിരുന്നു ദശരഥൻ. ദശരഥൻ ദൈവങ്ങൾക്ക് വേണ്ടി വരെ പല യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുള്ളവരാണ്. പല യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ട്, പല രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ദശരഥൻ്റെ പല നേട്ടങ്ങളും ലോക പ്രശസ്തമായിരുന്നു. പക്ഷേ ദശരഥൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ദശരഥന് 3 പത്നിമാരുണ്ട്: കൗസല്യ, കൈകി, സുമിത്ര. പക്ഷെ എന്നിട്ടും ഒരു പുത്രൻ പോലും ഇല്ലായിരുന്നു. ഈ വിഷമം എപ്പോഴും ദശരഥൻ ഇങ്ങനെ അലട്ടുമായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് മഹർഷിമാർ ദശരഥനോട് പുത്രകാമേഷ്ടി യാഗം നടത്താൻ ഉപദേശിക്കുന്നത്. എന്നിട്ട് ഋഷിമാർ പറയും ഈ യാഗം ഋഷ്യശൃംഖനെ കൊണ്ട് നടത്താൻ. ദശരഥൻ അങ്ങനെ മഹർഷിമാരുടെ വാക്ക് കേട്ടിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്താൻ തീരുമാനിക്കും. അപ്പം അടുത്ത ചോദ്യം, യാഗം എവിടെ വെച്ച് നടത്തുന്നു? അങ്ങനെ യാഗത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം സരയൂ നദിയുടെ തീരത്ത് കണ്ടുപിടിക്കും. അങ്ങനെ യാഗം തുടങ്ങി. മഹർഷിമാർ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി, പ്രാർത്ഥനകൾ തുടങ്ങി. അങ്ങനെ യാഗം കഴിഞ്ഞപ്പം അഗ്നിദേവൻ കയ്യിലൊരു പാത്രത്തിൽ പായസമായിട്ട്, ഇതിൽ ചില സ്ഥലത്ത് പായസം എന്ന് പറയുന്നുണ്ട്, ചില സ്ഥലത്ത് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വായിച്ചതിലധികവും പായസം എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പായസം യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു പാത്രത്തിൽ പായസമായിട്ട് വന്നിട്ട് ദശരഥന് കൊടുക്കും. എന്നിട്ട് ദശരഥനോട് പറയും, ഇത് ദേവതകളുടെ വിശിഷ്ടമായ പായസമാണ്. ഇത് അങ്ങ് അങ്ങയുടെ പത്നിമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു പുത്രൻ ലഭിക്കുന്ന. അങ്ങനെ ദശരഥൻ എന്ത് ചെയ്തു? ഈ പായസത്തിന് ആദ്യം 2 അടി വിഭജിച്ചിട്ട് ഒരു ഭാഗം കൗസല്യയ്ക്കും ഒരു ഭാഗം കൈകയ്ക്കും കൊടുക്കും. എന്നിട്ട് കൗസല്യം കൈകയും പിന്നെ എന്ത് ചെയ്യും? അവർക്ക് കഴിക്കാനുള്ള ഒരു ഭാഗം മാറ്റിയിട്ട് അടുത്ത ഭാഗം 2 പേരും കുറച്ച് സുമിത്രയ്ക്കും കൊടുക്കും. അങ്ങനെ യാഗം കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കടന്നുപോയപ്പം കൗസല്യയ്ക്ക് ശ്രീരാമനും, കൈകേയിക്ക് ഭരതനും, സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും ജനിക്കും. ഇതിൽ നമ്മൾ പലപ്പോഴും രാമായണം കേൾക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ലക്ഷ്മണന് രാമനോടും ശത്രുഘ്നന് ഭരതനോടുമാണ് കുറച്ച് അടുപ്പം കൂടുതലെന്ന് നമ്മൾ പല സ്ഥലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിന് പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്മണൻ ജനിച്ചത് കൗസല്യ കൊടുത്ത പായസത്തിൻ്റെ ഭാഗത്തുനിന്നും ശത്രുഘ്നൻ ജനിച്ചത് കൈകേയി കൊടുത്ത പായസത്തിൻ്റെ ഭാഗത്തുനിന്നുമാണ്. അതുകൊണ്ടാണ് ഈ അടുപ്പെന്ന് ചില സ്ഥലത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഫൺ ടിപ്പായിട്ട് എടുത്താൽ മതി. അപ്പം അങ്ങനെ ആ 4 രാജകുമാരന്മാരും ജനിക്കുകയാണ്. ഇന്നത്തേക്ക് അത്രമാത്രം. അടുത്ത വീഡിയോ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.